നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങുമ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും പരസ്പരം നേരിട്ട് കൊമ്പ് കോർക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. ഇതിന് ബദലായി അല്ലെങ്കിൽ അമേരിക്കക്ക് കർശന നടപടിയായി ഇറാൻ സൈന്യം രംഗത്തെത്തി എന്നുള്ളതാണ്. അമേരിക്കൻ സൈനികരെ പിടികൂടുന്നവർക്ക് ഇറാൻ്റെ വക പാരിതോഷികം എന്നുള്ള ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അമേരിക്കൻ സൈനികരെ വധിക്കുകയോ ജീവനോടെ പിടിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ സൈന്യം $3000 ഏകദേശം 500 കോടി ഇറാനിയൻ തൊമാൻ അഥവാ 25 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. മാത്രമല്ല, ഇത് പിടിക്കുന്നത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇരട്ടി തുക നൽകുമെന്നും ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിയൻ സ്ത്രീകളാണ് അമേരിക്കൻ സൈനികരെ പിടിക്കുന്നതെങ്കിൽ ഈ തുക ഇരട്ടയായി നൽകും. അതായത് സ്ത്രീകൾക്ക് $60,000 പാരിതോഷികം ലഭിക്കുമെന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. അത് പറയുന്നത് ഇറാൻ്റെ സൈനിക മേധാവി അമീർ ഹത്താമിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ അമേരിക്കയെ ചൊടിപ്പിച്ചു എന്നുള്ള വാർത്തയടക്കം പുറത്തോട്ട് വരുന്നുണ്ട്. ഇറാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലോട്ട് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇറാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരസ്യമായി പറയുമ്പോൾ ഇതെല്ലാം പുറത്തു വിടുന്നത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന, അതായത് IRNA ആണ് ഈ വാർത്തകളെല്ലാം ഔദ്യോഗികമായി ഇപ്പോൾ നിലവിൽ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ യുദ്ധശ്രമങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനും ഇതിൽ പങ്കാളികളാകാൻ നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇറാൻ സൈന്യം പരസ്യമായി പറയുന്നത്. അതായത് യുദ്ധത്തിൽ പങ്കുചേരാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ഇറാൻ സൈന്യം പറയുന്നത്. എത്രത്തോളം വാസ്തവമായ കാര്യമാണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയെ പിടിച്ചു നിൽക്കുന്നവർക്ക് $3000 നൽകാം എന്നുള്ളത് ഇറാൻ്റെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇനി പിടിക്കാൻ പോകുന്നത്, അതായത് അമേരിക്കൻ പട്ടാളക്കാരെ എങ്ങനെയാണ് ഇറാൻ പിടിക്കാൻ പോകുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം മുമ്പിൽ കിടക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കൻ സൈനികരുടെ പക്കലുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്താൽ അവ ഇരട്ടി വില നൽകി വാങ്ങുമെന്നും പിന്നീട് അവ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും എന്നുള്ള തരത്തിലാണ് അമീർ ഹത്താമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം പ്രാബല്യത്തിലാണെന്നറിയില്ല. പിന്നെ എന്തിനാണ് അമേരിക്കൻ പട്ടാളക്കാരെ പിടിച്ചെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് തോക്കുകൾ വാങ്ങി മ്യൂസിയത്തിൽ വെക്കുന്നത് എന്നുള്ള ചോദ്യചിഹ്നം കാണാൻ വേണ്ടിയാണോ എന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല. ഇത്തരത്തിലുള്ള യുദ്ധത്തിൽ ആയുധങ്ങളുടെ കുറവ് ഇറാൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അത് അമേരിക്കക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ള ഒരു തന്ത്രവും, മാത്രമല്ല ഇത്തരത്തിൽ അമേരിക്കൻ പട്ടാളക്കാരെ കയ്യിൽ വെച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ വിലപേശാൻ പറ്റും. ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ അമീർ ഹത്താമി പരസ്യമായി റിപ്പോർട്ടിലൂടെ രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് പ്രായോഗികതല അവ്യക്തത കൃത്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. നിലവിൽ അമേരിക്കൻ കരസേന ഇറാൻ മണ്ണിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. കാരണം ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ പട്ടാളക്കാർ ഇറാൻ മണ്ണിൽ എത്തിയാൽ മാത്രമേ അവരെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എത്താത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത് പിടിക്കുന്നത് എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് ഈ പറയപ്പെട്ട പോലെ $3000 എല്ലാം കൊടുക്കുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം മുമ്പിൽ കിടക്കുന്നുണ്ട്. മാത്രമല്ല, മുമ്പ് യുദ്ധവിമാനം തകർന്നപ്പോൾ ഹെലികോപ്റ്ററിനെ രക്ഷിക്കാൻ മാത്രമായാണ് US സേന ഇറാനിൽ എത്തിയത്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതും അവിടെ വരികയും കൃത്യമായി അവിടുന്ന് ഈ പറഞ്ഞ പോലെ ആർമി ഉദ്യോഗസ്ഥരെ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാണ് സൈനികരെ പിടികൂടേണ്ടത് എന്ന കാര്യത്തിൽ സൈനിക മേധാവി കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോൾ മുമ്പിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ. അമേരിക്കയ്ക്ക് മേലുള്ള വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ഹോർമൂസ് കടലിടുക്ക് തുടങ്ങിയ തന്ത്രപരമായ കടൽ മേഖലകളിൽ പ്രവേശിക്കാൻ അമേരിക്കയ്ക്ക് ഇനി അനുമതിയില്ലെന്നും ഈ മേഖലകളിൽ നിന്ന് US സൈന്യം പൂർണ്ണമായും പിന്മാറണം എന്നുള്ള തരത്തിലേക്കാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അതുപോലെ തന്നെ US സൈന്യത്തെയും പ്രകോപിപ്പിക്കുക എന്നതാണ് ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ പട്ടാളക്കാരെ ഒരിക്കലും ഇറാന് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ ഈ പറഞ്ഞ പോലെ ഇറാഖിലെയും അല്ലെങ്കിൽ കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും ദുബായിലെയും പല കേന്ദ്രങ്ങളിലും അവർ കടന്നു കയറി അവിടുന്ന് പോയിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സികൾ നേരിട്ടിറങ്ങി അത്തരത്തിലുള്ള സൗദി അടക്കമുള്ള അമേരിക്കയുടെ ബേസുകളിൽ കയറി അവിടുന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്ന് വരണം. അപ്പോൾ ഇത് നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഇറാൻ അറിയാം. അപ്പം ഒരുപക്ഷെ ഇറാൻ പ്രസിഡന്റ് വെറുതെ അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഇതെല്ലാം നടക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. മാത്രമല്ല, ഇതിനെ ഒരു സാമ്പത്തിക ജിഹാദ് അഥവാ ഫിനാൻഷ്യൽ ജിഹാദ് എന്നാണ് ഇറാൻ ഈ ഒരു പദ്ധതിയെ അവർ വിളിക്കുന്നത്. സൈനിക മേധാവി അമീൻ ഹാത്തമിയാണ് ഇങ്ങനെ ഒരു വിശേഷണം ഇതിന് നൽകിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ യുദ്ധശ്രമങ്ങളെ സാമ്പത്തികമായി
സഹായിക്കാൻ നിരവധി പൗരന്മാർ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സൈന്യം ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ അമേരിക്കൻ ആധിപത്യം അവസാനിച്ചു എന്ന പ്രഖ്യാപനം, അമേരിക്ക ഇനി പഴയതുപോലെ സൈനിക ആധിപത്യമില്ലെന്നും ഇറാനുമേലുള്ള യുദ്ധം അമേരിക്കയുടെ ഈ വ്യാജ മേധാവിത്വം തകർത്തെറിഞ്ഞെന്നും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തോടു കൂടി അവരൊന്നുമല്ല എന്നുള്ളത് തെളിഞ്ഞു, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇറാന് അമേരിക്കക്ക് അത്തരത്തിലുള്ള വലിയ ഒരു പരിഗണന നൽകേണ്ടതില്ല എന്നുള്ള കാര്യമാണ് ഇറാൻ ഔദ്യോഗികമായി പറയുന്നത്. കാരണം ഇത്രയും കാലം ലോക പോലീസ് ചമഞ്ഞു നിൽക്കുന്ന അമേരിക്കക്ക് മുമ്പിൽ ഏത് രാജ്യമായാലും മുട്ടുകുത്തിയിരുന്നു. പക്ഷേ ഒന്നുമല്ലാത്ത ഇറാനെ മുമ്പിൽ 2 ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം 6 മാസമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിലോട്ട് എത്തുമ്പോൾ പൂർണ്ണമായും അത് അമേരിക്കക്ക് പറ്റിയ വലിയൊരു വിട്ടുവീഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു തോൽവിയാണ്. അതുകൊണ്ട് ലോക നേതാവ് അല്ലെങ്കിൽ ലോകശക്തിയിൽ അല്ലെങ്കിൽ ലോക പോലീസ് എന്നുള്ള അമേരിക്കയുടെ ആ പദവി ഇനി നിലനിൽക്കില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഇറാൻ്റെ സൈനിക മേധാവികൾ ഇത്തരത്തിൽ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല US ബേസുകൾക്ക് ഭീഷണി എന്നുള്ള കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാൻ്റെ അയൽ രാജ്യങ്ങളിൽ ഇറാന് ഭീഷണിയാകുന്ന രീതിയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഹത്താമി പരസ്യമായിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കക്ക് മാത്രമല്ല മറ്റ് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ബേസുകൾ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അത് തങ്ങൾക്കെതിരെയുള്ള ഒരു കാര്യമാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള ഹൂതികളുടെ പങ്കും ഉണ്ട്. അമേരിക്കക്കെതിരെയുള്ള ഇറാൻ്റെ ഈ നീക്കങ്ങൾക്ക് പുറമെ യമനിലെ ഹൂതി വിമതരും അതുപോലെ തന്നെ ചെങ്കടലിലുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് സംഘങ്ങളും പലതരത്തിലുള്ള പ്രോക്സികളും ചേർന്നാണ് ഇത്തരത്തിലുള്ള യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് യുദ്ധം ചെയ്യുന്നത് ഇറാനുള്ളിൽ മാത്രമല്ല ലെബനനുള്ളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും പല അവരുടെ പ്രോക്സി സംഘടനകളും യുദ്ധമുഖത്തുണ്ട് എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു മേൽക്കൈ എന്നറിയപ്പെടുന്നത്. മാത്രമല്ല ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലായി ഇതുവരെ മൊത്തം അമേരിക്കയിൽ 17 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഈ മരണപ്പെട്ടവരാരും ഇറാൻ മണ്ണിലല്ല കൊല്ലപ്പെട്ടത് എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഇറാൻ്റെ മിസൈലുകളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് അമേരിക്കയുടെ 17ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഒരു അമേരിക്കക്കാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മാത്രമല്ല ട്രംപ് പറഞ്ഞൊരു കാര്യം, ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം ഹോർമൂസ് കടലെടുക്ക അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് മറുപടിയുമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ജിഹാദുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ ഇറാൻ്റെ ഭാഗങ്ങൾ പിടിച്ച് കീഴടക്കും, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അമേരിക്കയുടെ ഭാഗമാക്കും എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതിനെതിരെയുള്ള ഒരു ഭീഷണിയായിട്ട് ആണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ജിഹാദുമായി ബന്ധപ്പെട്ട് ഇറാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ തരത്തിൽ ചർച്ചാ വിഷയമാകും, ട്രംപിനെ പ്രകോപിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും, ഇനി ഇതിന് ട്രംപ് പ്രതികരിച്ചാൽ തന്നെ അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ടാകുമെന്നുള്ളതും, ഇറാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും, അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകുമോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടാകും. റഷ്യയുടെ പല രാജ്യങ്ങളും കൂട്ടുനിൽക്കുന്ന, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള പല രാജ്യങ്ങളും ഇറാന് കൃത്യമായ ആയുധങ്ങളും സാറ്റലൈറ്റ് സഹായങ്ങളും നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എത്തരത്തിലായിരിക്കും ഇനി ഇറാൻ്റെ മറുപടി എന്നുള്ളതും, അമേരിക്ക ഈ ഫിനാൻഷ്യൽ ജിഹാദിന് ഏത് തരത്തിലുള്ള മറുപടി നൽകും എന്നുള്ളതും.